വരാൻ പോകുന്ന സിനിമകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുടെ കാത്തിരിക്കുന്ന സിനിമകളിലൊന്നാണ് രാമായണം. അപ്പോൾ നമുക്ക് രാമായണ ദ ഇൻട്രൊഡക്ഷൻ കാണാം. നൈസായിട്ടുണ്ട് ആ ഒരു നല്ല രസമുണ്ട്. VFX അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അവരുടെ വർക്ക് ഇപ്പം ഭയങ്കര ബെറ്ററാണ്. ഇതൊക്കെ their creation threatened to take up വായിച്ചില്ല. ലോക്കിയുടെ സീരീസ് എറ്റേണൽസ് ഒക്കെ എൻ്റെ ഇതുപോലെ വേഴ്സസ് രാവണൻ. ഇവരിങ്ങനെയാക്കി VFX സൂപ്പർ ആയിട്ടുണ്ടല്ലേ നമുക്കൊക്കെ. സായി പല്ലവി സീതായിട്ട് യാഷ് രാവണല്ലേ. മ്യൂസിക് കണ്ടായിരുന്നു. റഹ്മാനല്ലേ. ഹാൻസിമർ ഹാൻസിമറിനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ബഡ്ജറ്റ് അതുപോലെ നല്ല സ്കോർ. ഐ ആം പ്രെറ്റി ഷുവർ ദിസ് ഇസ് ഡൺ ബൈ ഹാൻസ് സിമ്മർ. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മിക്സ് ചെയ്ത് വരാണ്ട് പക്ഷെ അത് ഒരുമിച്ചാവണമെന്നില്ല. ചിലപ്പോൾ ഓരോ സെക്ഷൻ രണ്ടുപേർക്കും വരുന്നതായിരിക്കും. അടിപൊളി. അവർ ട്രൂത്ത്, അവർക്ക് ഹിസ്റ്ററി അതങ്ങനെ ആക്കാനുള്ള ഒരിതാണ്. പാർട്ട് 1 2026 ദീപാവലി, പാർട്ട് 2 2027 ദീപാവലി. ഓക്കെ, 1 ഇയർ ഡിഫറൻസിലാണ് സിനിമ വരാനിരിക്കുന്നത്. അപ്പോൾ പാർട്ട് 1 ആണെന്ന് തോന്നുന്നു ദ ഇൻട്രൊഡക്ഷൻ. ആയിക്കോട്ടെ, പക്ഷേ 2026 ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. അതായത് അതിൻ്റെ VFX കാര്യങ്ങളൊക്കെ ഫൈനലൈസ് ചെയ്യാനുണ്ടാവും, അതിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു സംഭവം തന്നെ അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ടൈറ്റിൽസ് ആണ് നമ്മൾ കൂടുതലും കാണുന്നത്. സിനിമയിലെ വിഷ്വലി ജസ്റ്റ് ഒരു ഗ്ലിംസ് മാത്രമാണ് നമ്മൾ അവസാനം കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ടൈറ്റിലിനേക്കാളും അട്രാക്റ്റീവ് ആവുന്നത് ഇതിൻ്റെ പുറകിലുള്ള ആൾക്കാർ തന്നെയാണ്. യാഷ് രാവണനായിട്ട് വരുന്നു, രൺബീർ കപൂർ രാമനായിട്ട് വരുന്നു, ആൻഡ് സായി പല്ലവിയാണ് സീതയായിട്ട് വരുന്നത്. അതൊക്കെ വളരെയധികം പ്രതീക്ഷയുള്ള കാര്യം. നല്ല പ്രോമിസിങ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിൽ ഉള്ളതെന്നുള്ളത് നല്ലൊരു കാര്യമാണ്. രാമായണം എന്നൊരു പ്ലോട്ട് സാധാരണ എപ്പോഴും സിനിമയാക്കപ്പെടുന്ന പ്ലോട്ടാണ്. ഒരുപാട് സീതമാർ വന്നിട്ടുണ്ട്. ആൻഡ് ഫൈനലി സായി പല്ലവി ഈസ് കമ്മിങ് ആസ് സീത. ആൻഡ് ദാറ്റ്സ് ഓൾസോ വളരെ ഒരു ഹാപ്പിനെസ് തരുന്നതാണ്. കാരണം ഭയങ്കര കാഷ്വൽ ആൻഡ് ഭയങ്കര നാടൻ അറ്റയറിലൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. ആൻഡ് സീതയായിട്ട് വരുമ്പോഴത്തേനും ആ ഒരു പുള്ളിക്കാരിന് ഭയങ്കര ആപ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ അതുപോലെ സ്കില്ലും ഉണ്ട്. അങ്ങനെ ഒരു ക്യാരക്ടറിനെ ക്യാരി ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു സ്കില്ലൊരു മാറ്ററാണ്. അപ്പം അതും സായി പല്ലവിക്ക് കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഹാൻസ് സിമ്മർ ആൻഡ് AR റഹ്മാൻ. ഹാൻസ് സിമ്മർ ദി ലെജൻഡ് ഓഫ് മ്യൂസിക്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ സംഭവങ്ങൾ ഞാൻ പുള്ളിയുടെ വലിയൊരു ഫാനാണ്. അങ്ങനെയുള്ള എല്ലാ മ്യൂസിക് സംഭവങ്ങളും ഞാൻ കേൾക്കാറുള്ള ഒരാളാണ്. അതിൻ്റെ കൂടെ നമ്മുടെ റഹ്മാൻ്റെ മ്യൂസിക്കും കൂടി ആയി കഴിയുമ്പോൾ അതൊരു ഭയങ്കര ഒരു രക്ഷയില്ല. ഇതൊരു ടൈറ്റിൽ മാത്രമാണ്, ജസ്റ്റ് ഒരു ടൈറ്റിൽ മാത്രമാണ്. നമുക്ക് സിനിമയിൽ ഒറ്റ സീനാണ് കിട്ടിയത്, ഒറ്റ ഒരു ഗ്ലിംസ് ആണ് കിട്ടിയത്. അപ്പം ഇനിയുള്ള വരും സമയങ്ങളിൽ എന്തായാലും അവർ നമുക്ക് ടീസറും ട്രെയിലറും ഒക്കെ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. അത്രയും വലിയ കാസ്റ്റും കാര്യങ്ങളും ഒക്കെ വെക്കുമ്പോൾ അത്രയും ആൻറ്റിസിപ്പേഷനും അത്രയും വർക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഏതായാലും ആ ഒരു വരവിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇറ്റ് വാസ് റിയലി എക്സൈറ്റിംഗ് ടു വാച്ച് ദിസ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.